കാര്യം പറയാൻ മൊത്തം ഇത് ശരിക്കും ബാമ്പു ബോയ്സിനെ ഫ്ലൈറ്റ് കയറ്റിയ പോലെ ആയി. എന്തെല്ലോ സീറ്റ് നമ്പർ നോക്കാണ്ട് എവിടെല്ലോ പോയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുത്തിന് തിന്നാൻ വേണം പോലും. എന്താണത്? എടാ ബാഗ് അവിടെ ശരിക്കും ഞാൻ എന്റെ അഭിപ്രായം കേട്ടോ ഈ ഫ്ലൈറ്റിന്റെ. അതായത് ട്രാവലറിൽ കയറില്ലേ, ട്രാവലറിൽ ചെറുതായതാണ് ഫ്ലൈറ്റ്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതിൽ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നീ എന്നെ നോക്കുന്നത് ആദ്യമായിട്ടില്ലായിരുന്നു ജാസം. നമ്മൾ ബസ്സിൽ തന്നെ ഇവിടെ ഡി ജെ ലൈറ്റ് ഉണ്ടാവും മോനെ. സൗജന്യ ഞാനല്ല ഫ്ലൈറ്റ് വിട്ട ടേക്ക് ഓഫ് കിട്ടും പോലും. മധുരമുള്ളതാ? മധുരം തേങ്ങാപ്പുണ്ടോ? മറ്റേ സാധനം ബ്രെഡിൽ ഒന്നും കിട്ടും. അതിന്റെ പുറം കട്ടൻ ചായം കൂടി കിട്ടി അടി ഇത് വരുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുക്കണം. ബോർഡിംഗ് പാസ് ചോദിച്ചോ ചേച്ചി. കട്ടൻ ചായ കട്ടൻ ചായ ചൂടുള്ളതിന്റെ ചൂടില്ലാത്തതിന്റെ ചായയുണ്ട് 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 ചായയുണ്ട്. ഇഡലിവട ചട്നി പരിപ്പ് വട. ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ ആദ്യമായിട്ട് പോണതാ. അപ്പൊ അവര് അതിന്റെ ഒരു ഫണ്ടിന്റെ രീതിയിൽ അവരൊരു വീഡിയോ ചെയ്ത് അവർക്ക് സാധാരണ വ്ളോഗ് ചെയ്യും. പുറത്തു പോകുമ്പോ ചെറിയ വീഡിയോകൾ ചെയ്തുള്ളതാണ്. അത് ഇത്രയും വലുതാക്കി ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട ആവശ്യം നമ്മളെന്ന് വെച്ചാൽ ആള് പറഞ്ഞ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ഒരു കാര്യം ശരിയാട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ജോലിക്കും ഓരോ ഇതിന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. റെസ്പെക്ട് ചെയ്യണം. എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള ഉള്ളതൊക്കെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ട്രെയിനിൽ പോകുമ്പോ ചായ കാപ്പി അങ്ങനെ പല കാര്യങ്ങളും പോകുന്നുണ്ട്. അപ്പൊ നമ്മള് രസകരമായിട്ട് പറയില്ല, ഫ്ലൈറ്റ് ആകുമ്പോൾ ഒന്ന് സ്റ്റാൻഡേർഡ് ആവും. അപ്പൊ അതിനെ കുറിച്ച് സ്റ്റാൻഡേർഡ് ഇരിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവും. സ്റ്റാൻഡേർഡിൽ വേണ്ടി വരും. സംഭവം അതൊന്നും നോക്കില്ല, സിമ്പിൾ ആയിട്ട് കയറി പിടിച്ചൊന്നുമില്ലല്ലോ, പിടിക്കാനോ അങ്ങനെ എന്തായാലും ഉണ്ടായിട്ടില്ലല്ലോ. അതിനിപ്പോ ജസ്റ്റ് പണിയാണ് ചായ കാപ്പി എന്ന് പറഞ്ഞു. പിന്നെ മറ്റേത് കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നിയത് ടേക്ക് ഓഫ് അറിയില്ല എന്ന് പറഞ്ഞില്ലേ. ടേക്ക് ഓഫിനല്ലേ ടേക്ക് അത് ചിലപ്പോ നമ്മൾ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കോമഡി പറയുമ്പോൾ നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഇടില്ല, കുറെ കഥകളൊക്കെ ഉണ്ടാക്കില്ലേ, കയ്യിൽ നിന്ന് എടുത്തിടും. അതുപോലെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോലെ എനിക്ക് തോന്നുന്നില്ല. വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന് ചില ആൾക്കാർ എന്തും കണ്ടന്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ വലിച്ചു നീട്ടി വലിയ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പേടിച്ചു എന്താ സംഭവം അറിയാണ്ട്. സീക്രട്ട് ഏജന്റ് ആണെന്ന ആളാണ് ആള്. പിന്നെ എന്റെ കരയിലും എന്തേലും കേസ് കിട്ടിയാൽ മതി, പ്രശ്നം ഉണ്ടാക്കി അരി എടുക്കുന്ന ആളാണ്. പോയിട്ട് കാര്യമില്ല. ഇതിപ്പോ